നിങ്ങളുടെ ഇൻട്രാഡേ ട്രേഡിൽ എല്ലാ റൂൾസും പാലിച്ചു, നിങ്ങളുടെ സ്ട്രാറ്റജി കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തു, ഏറ്റവും മികച്ച ഒരു സെറ്റപ്പിനായിട്ട് ക്ഷമയോടെ കാത്തിരുന്നു. എന്നിട്ടും ആ ദിവസം അവസാനിച്ചത് ഒരു വലിയൊരു നഷ്ടത്തിലായിരുന്നു. ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആയപ്പോൾ നിങ്ങളുടെ P&L നോക്കാൻ പോലും ഭയമായിരുന്നു. എനിക്കും ഈ ഒരു അവസ്ഥ ഒരുപാട് വട്ടം ഉണ്ടായിട്ടുണ്ട്. എന്റെ കരിയറിന്റെ തുടക്കത്തിൽ ഞാൻ വലിയ പ്രതീക്ഷ വെച്ചിരുന്ന ഒരു ട്രേഡ് ഒരാഴ്ചത്തെ എന്റെ മുഴുവൻ ലാഭവും കൊണ്ടുപോയ ഒരു ദിവസം ഞാൻ ഇപ്പോഴും വിഷമത്തോടെ ഓർക്കുകയാണ്. അതോടെ ട്രേഡിംഗ് തന്നെ എന്നത്തേക്കുമായിട്ട് നിർത്താൻ ഞാൻ ആലോചിച്ചാണ്. റൂൾസ് പാലിച്ചു, സെറ്റപ്പ് പെർഫെക്റ്റ് ആയിരുന്നു, എന്നിട്ടും ഡേ ഫുള്ള് ലോസ് ആവുന്നത് എങ്ങനെയാണ്? വയറ്റിനുള്ളിൽ ഒരു കാളൽ, ആ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത, ദേഷ്യം, നിരാശ, സെൽഫ് ഡൗട്ട്, ഇതെല്ലാം ഈ ഒരു ഫീൽഡിൽ വളരെ സാധാരണമായിട്ടുള്ള ഒരു അനുഭവമാണ്. എന്നാൽ വിജയിക്കുന്ന ട്രേഡർമാരെ ഭൂരിപക്ഷം വരുന്ന പരാജയപ്പെടുന്നവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് അവർക്ക് നഷ്ടം വരുന്ന ദിവസങ്ങളല്ല, മറിച്ച് അവർ ആ സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഏകദേശം 90% റീറ്റെയിൽ ട്രേഡർമാരും അവസാനം പണം നഷ്ടപ്പെടുന്നു എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. വാസ്തവത്തിൽ ചുരുക്കം ചിലർക്ക് മാത്രമേ സ്ഥിരമായിട്ട് ലാഭം നേടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വലിയ നഷ്ടത്തിന് ശേഷം പ്രൊഫഷണലുകൾ അവരുടെ ക്യാപിറ്റലും അതിലും പ്രധാനമായിട്ട് അവരുടെ കോൺഫിഡൻസും സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന കൃത്യമായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റിക്കവറി പ്രോസസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇത് തീർച്ചയായിട്ടും ഒരു ട്രേഡിംഗ് ഫെയിലിയർ അല്ല, ഇത് ട്രേഡേഴ്സിനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആണ്. ഈ വീഡിയോയിൽ ലോസ് റിക്കവർ ചെയ്യാൻ വേണ്ട സീക്രട്ട് സ്ട്രാറ്റജിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, സർവൈവ് ചെയ്യാൻ വേണ്ട പ്രൊഫഷണൽ പ്രോസസ്സിനെ പറ്റിയാണ്. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ഒന്നാമത്തെ ഘട്ടം ഹാർഡ് സ്റ്റോപ്പ്, ഉടൻ ട്രേഡിംഗ് നിർത്തുക എന്നുള്ളതാണ്. ഇതിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഒരു വലിയ ഇൻട്രാഡേ ലോസ് സംഭവിച്ചാൽ നിങ്ങൾ ട്രേഡിംഗ് നിർത്തുക, ഉടനെ തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ക്ലോസ് ചെയ്യുക, സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുക, നിങ്ങളുടെ ഡെസ്കിൽ നിന്ന് മാറി നടക്കുക. മിക്ക ട്രേഡർമാർക്കും ഫോളോ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള നിയമമാണ്. കാരണം നിങ്ങളുടെ ആദ്യത്തെ ചിന്ത ഇതൊന്ന് റിക്കവർ ചെയ്യണം എന്നായിരിക്കും. നഷ്ടപ്പെട്ട പണം തിരികെ നേടാൻ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇത് വേദന ഒഴിവാക്കാനുള്ള ഒരു നാച്ചുറൽ റിയാക്ഷൻ ആണ്. എന്നാൽ ഇത് ട്രേഡിംഗിലെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു സ്വഭാവത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നു, റിവെഞ്ച് ട്രേഡിംഗ്. ഈ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് മാത്രമല്ല, മാർക്കറ്റിൽ സർവൈവ് ചെയ്ത എല്ലാ ട്രേഡേഴ്സിനും വളരെയേറെ പരിചിതമാണ്. നിങ്ങളുടെ സ്ട്രാറ്റജി ഉപേക്ഷിച്ച് നഷ്ടം നികത്താനുള്ള ശ്രമത്തിൽ ഇമോഷണൽ ആയിട്ട് പലപ്പോഴും വലിയ ക്വാണ്ടിറ്റി ട്രേഡുകൾ എടുക്കുന്നതാണ് റിവെഞ്ച് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ആ നിമിഷം നിങ്ങൾ മാർക്കറ്റിനെ അനലൈസ് ചെയ്യില്ല, നിരാശയിൽ നിന്ന് ഗാംബ്ലിംഗ് നടത്തുകയാണ് നിങ്ങൾ ചെയ്യാറ്. എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ കഴിയുക? ഒരു നഷ്ടം നിങ്ങളുടെ അക്കൗണ്ടിനെ തകർക്കുന്ന ദുരന്തമായി മാറുന്നത് എങ്ങനെയാണ്? ഒരു മോശം ട്രേഡ് മറ്റൊന്നിലേക്ക് നയിക്കുന്നു. ഒരു ട്രേഡർ എന്ന നിലയിൽ നിങ്ങളുടെ ഒന്നാമത്തെ ജോലി എല്ലാ ദിവസവും പണം സമ്പാദിക്കുക എന്നല്ല, നാളെയും ട്രേഡ് ചെയ്യാൻ വേണ്ടി എല്ലാ ദിവസവും സർവൈവ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു നിശ്ചിത നഷ്ടപരിധിക്ക് ശേഷം ഒരു ഹാർഡ് സ്റ്റോപ്പ് റൂൾ നടപ്പിലാക്കുന്നത് നിങ്ങളുടെ പ്രധാനപ്പെട്ട സർവൈവൽ ടാക്ടിക്സ് ആണ്. അതൊരു നിശ്ചിത തുക അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിന്റെ ഒരു ശതമാനമോ ആകട്ടെ, ആ ലിമിറ്റ് എത്തിയാൽ ആ ദിവസത്തെ ട്രേഡിംഗ് കഴിഞ്ഞു. ഒരു എക്സ്ക്യൂസും പാടില്ല. ഈ ഒരു ഡിസിപ്ലിൻ ആണ് പ്രൊഫഷണലുകളെ അമച്ചർ ട്രേഡർമാരിൽ നിന്ന് വേർതിരിക്കുന്നത്. മുറിവ് ഉണക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ബ്ലീഡിംഗ് നിർത്തണം. ഇനി രണ്ടാമത്തെ ഘട്ടം മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആണ്. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയും ഇമോഷണലി ഡിറ്റാച്ച് ആകുകയും ചെയ്യുക. നിങ്ങൾ ചാർട്ടുകളിൽ നിന്ന് മാറിയാൽ അടുത്ത പോരാട്ടം ആരംഭിക്കുന്നു. അത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ മനസ്സിലാണ്. നിങ്ങളുടെ ആ നഷ്ടം അംഗീകരിക്കണം. 100% നിങ്ങൾ അതിന്റെ ഓണർഷിപ്പ് ഏറ്റെടുക്കണം. ഇതിനർത്ഥം മാർക്കറ്റിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രോക്കറെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസറെയോ കുറ്റപ്പെടുത്തരുത്. ഇതിനാണ് നിങ്ങളുടെ റിസൾട്ടിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് സ്വയം പഴിചാരാനല്ല, അത് കൺട്രോൾ തിരികെ പിടിക്കാനാണ്. നിങ്ങളുടെ റിസൾട്ടിന് നിങ്ങൾ ഉത്തരവാദിയാണ് എന്ന് നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് മാറ്റാനുള്ള പവർ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കുകയാണ്. നഷ്ടങ്ങളെ ഒരു ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് കരുതുക. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ പ്രവർത്തിക്കുമ്പോൾ അവ ഒഴിവാക്കാനാവാത്ത ഒരു ഭാഗമാണ്. വിജയിച്ച എല്ലാ ട്രേഡർമാർക്കും നഷ്ടങ്ങളുണ്ട്. അവർ അതിനൊരു പേഴ്സണൽ ഫെയിലിയർ ആയിട്ട് കാണുന്നില്ല, അതിനൊരു ഡേറ്റാ പോയിന്റുകളായിട്ട് കാണാനാണ് അവർ ഇഷ്ടപ്പെടാറ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് ഇത്ര പ്രാധാന്യമാകുന്നത്? കാരണം നിങ്ങളുടെ മെന്റൽ ക്യാപിറ്റൽ, ചിലർ ഇമോഷണൽ ക്യാപിറ്റൽ എന്നാണ് വിളിക്കുന്നത്. ഒരു നഷ്ടത്തെ കുറിച്ച് വേദനിക്കുന്നതും അത് മനസ്സിൽ വീണ്ടും വീണ്ടും ഓർക്കുന്നതും നിങ്ങൾ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ ആ ഒരു ക്യാപിറ്റൽ കുറയുകയാണ്. നിങ്ങളുടെ ഇമോഷണൽ ക്യാപിറ്റൽ കുറയുമ്പോൾ നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് ക്വാളിറ്റി മോശമാകുന്നു. കൂടുതൽ തെറ്റുവരുത്താനുള്ള സാധ്യതകൾ കൂടുകയും ചെയ്യും. നഷ്ടത്തെ അത് എന്താണോ അതായിട്ട് അംഗീകരിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് പോകാത്ത ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ആയിട്ട് അതിനെ കണക്കാക്കുക. അടുത്ത സ്റ്റെപ്പ് ആയിട്ടുള്ള അനാലിസിസിനായിട്ട് നിങ്ങളെ ഇത് സഹായിക്കും. നിങ്ങളുടെ അടുത്ത ലോസ് ലെസൺ ആകുമോ ഡിസാസ്റ്റർ ആകുമോ അത് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. ഇനി നമ്മൾ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടക്കണം, പോസ്റ്റ്മോർട്ടം. ഗുഡ് ലോസ് വേഴ്സസ് ബാഡ് ലോസ്. ഈ ഒരു അനാലിസിസിലേക്കാണ് നമ്മൾ കടക്കേണ്ടത്. നിങ്ങൾ ഇമോഷണലി കുറച്ച് ഡിസ്റ്റൻസ് പാലിച്ചു കഴിഞ്ഞാൽ ഒരു ഡിറ്റക്റ്റീവ് ആകാനുള്ള സമയമായി. നിങ്ങൾക്ക് സംഭവിച്ച നഷ്ടം ഏത് ടൈപ്പ് ആണ് എന്ന് കണ്ടെത്താൻ നിങ്ങൾ ഒരു പോസ്റ്റ് ട്രേഡ് അനാലിസിസ് നടത്തേണ്ടതുണ്ട്. എല്ലാ നഷ്ടങ്ങളും ഒരുപോലെയല്ല. പ്രൊഫഷണലുകൾ ഗുഡ് ലോസുകളെയും ബാഡ് ലോസുകളെയും വേർതിരിച്ച് കാണുന്നുണ്ട്. ഒരു ഗുഡ് ലോസ് എന്നത് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാൻ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ സംഭവിച്ച ഒന്നാണ്. സെറ്റപ്പ് നിങ്ങളുടെ എല്ലാ ക്രൈറ്റീരിയയും പാലിച്ചു, നിങ്ങൾ ശരിയായ സ്ഥലത്ത് എൻറ്റർ ചെയ്തു, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ലോജിക്കലായിട്ട് പ്ലേസ് ചെയ്തു, നിങ്ങളുടെ റൂൾസ് അനുസരിച്ച്
അനുസരിച്ച് ട്രേഡ് മാനേജ് ചെയ്തു, എന്നിട്ടും ട്രേഡ് പരാജയപ്പെട്ടു. ഇതൊരു കേവലം സ്ട്രാറ്റജിക്കൽ ഔട്ട്കം ആണ്, ബിസിനസിന്റെ സാധാരണ ഭാഗമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇത് അംഗീകരിച്ച് മുന്നോട്ട് പോകേണ്ടത്. ഒരു ബാഡ് ലോസ് എന്നത് നിങ്ങളുടെ റൂൾസ് ബ്രേക്ക് ചെയ്യുന്ന ഒരു ട്രേഡാണ്. ഒരുപക്ഷെ നിങ്ങൾ ഒരു സ്റ്റോക്കിനെ ചേസ് ചെയ്തിരിക്കാം, ഫോമോ കാരണം ഒരു ട്രേഡിൽ ചാടി കയറിയിരിക്കാം, സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കാതെ ഇരുന്നിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് തീരുമാനങ്ങളെ കൺട്രോൾ ചെയ്യാൻ അനുവദിച്ചിരിക്കാം. ഇവയാണ് നിങ്ങളുടെ അക്കൗണ്ടിനും കോൺഫിഡൻസിനും യഥാർത്ഥ ഡാമേജ് ഉണ്ടാക്കുന്ന നഷ്ടങ്ങൾ. അപ്പൊ ഏത് ടൈപ്പ് നഷ്ടമായിരുന്നു ഇത് എന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് വിശദമായിട്ടൊരു ട്രേഡിംഗ് ജേണൽ ഉണ്ടായിരിക്കണം. എവിടെയാണ് തെറ്റുപറ്റിയതെന്നും അത് ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നും കണ്ടെത്താനുള്ള ഒരു താക്കോലാണിത്. അതില്ലാതെ നിങ്ങൾക്ക് വെറുതെ ഊഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ, കൃത്യമായിട്ട് അനാലൈസിസ് ചെയ്യാൻ കഴിയില്ല. തിരികെ പോയി ട്രേഡ് റിവ്യൂ ചെയ്യുക, സ്വയം ഈ 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, എന്റെ ട്രേഡിംഗ് പ്ലാൻ അനുസരിച്ച് ഈ സെറ്റപ്പ് ശരിക്കും ഒരു വാലിഡ് A+ സിഗ്നൽ ആയിരുന്നു? രണ്ടാമത്, ടെക്നിക്കൽ അനാലിസിസ് അടിസ്ഥാനമാക്കി എന്റെ സ്റ്റോപ്പ് ലോസ് ഒരു ലോജിക്കൽ ലെവലിലാണോ ഞാൻ വെച്ചിരുന്നത്, അതോ എനിക്ക് നഷ്ടപ്പെടുത്താൻ തയ്യാറുള്ള തുകയുടെ അടിസ്ഥാനത്തിൽ റാൻഡമായിട്ട് സ്ഥാപിച്ചതാണ്? മൂന്നാമതായിട്ട്, എൻട്രി മാനേജ്മെന്റ്, എക്സിറ്റ് എന്നിവയ്ക്കുള്ള എന്റെ ഓരോ റൂൾസും ഞാൻ കൃത്യമായിട്ട് പാലിച്ചു. ഇവിടെ നിങ്ങൾ നിങ്ങളോട് തന്നെ 100% സത്യസന്ധത പാലിക്കേണ്ടതുണ്ട്. അനാലിസിസിലാണ് യഥാർത്ഥ ഗ്രോത്ത് സംഭവിക്കുന്നത്. നിങ്ങളുടെ പ്ലാൻ ലംഘിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ബാഡ് ലോസ് സംഭവിച്ചതെന്ന് തിരിച്ചറിയുന്നത് ഒരു പരാജയമല്ല, അതിൽ നിന്ന് നമ്മളൊന്നും പഠിക്കാതിരിക്കുന്നതാണ് പരാജയം. ഈ ഒരു പ്രോസസ്സ് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു നഷ്ടത്തെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പാഠമാക്കി മാറ്റുന്നു. 90% ട്രേഡേഴ്സും മണി ലോസ് ചെയ്യുന്നത് മാർക്കറ്റ് കാരണമല്ല, ലോസ് ഹാൻഡിൽ ചെയ്യാൻ പ്രോസസ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. സിസ്റ്റം റീസെറ്റ്. നിങ്ങളുടെ ഇമോഷണൽ ക്യാപിറ്റൽ റീചാർജ് ചെയ്യുക. ഒരു വലിയ നഷ്ടത്തിനും അതിന്റെ അനാലിസിസിന് ശേഷം നിങ്ങൾക്ക് ഒരു മെന്റൽ റീസെറ്റ് ആവശ്യമാണ്. നിങ്ങളുടെ മനസ്സ് ഒരു മസിൽ പോലെയാണ്. കഠിനമായിട്ടുള്ള വർക്കൗട്ടിന് ശേഷം അതിന് റെസ്റ്റ് ആവശ്യമുണ്ട്. നിങ്ങൾ ഇമോഷണലായോ അല്ലെങ്കിൽ മെന്റലായോ തളർന്നിരിക്കുമ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഒരു ദുരന്തത്തിലേക്കുള്ള വഴിയൊരുക്കലാണ്. മാർക്കറ്റിൽ നിന്ന് മനഃപൂർവ്വം വിട്ടു നിൽക്കുക എന്നതാണ് ഈ സെറ്റപ്പിലെ പ്രധാന ലക്ഷ്യം. ഇത് ആ ദിവസത്തെ ബാക്കി സമയത്തേക്കോ അല്ലെങ്കിൽ നഷ്ടം വളരെ വലുതാണെങ്കിൽ കുറച്ച് ദിവസത്തേക്കോ ആകാം. നിങ്ങളുടെ മനസ്സിലെ ചാർട്ടുകളിൽ നിന്ന് കഴിയുന്നത്ര ദൂരെയാക്കുക. ഇത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ഒരു സിസ്റ്റം റീസെറ്റിനുള്ള ചില പ്രാക്ടിക്കൽ വഴികൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതായിട്ട്, ഫിസിക്കലി ആക്റ്റീവ് ആകുക, നടക്കാൻ പോവുക അല്ലെങ്കിൽ ജിമ്മിൽ പോവുക, നിങ്ങളുടെ ശരീരത്തെ ചലിപ്പിക്കുന്ന വേറെ ഏതെങ്കിലും വ്യായാമങ്ങൾ ചെയ്യുക. സ്ട്രെസ് കുറയ്ക്കാനും മൈൻഡ് ക്ലിയർ ചെയ്യാനും സഹായിക്കുന്ന എന്തും നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. രണ്ടാമതായിട്ട്, നിങ്ങളുടെ ലൊക്കേഷൻ മാറ്റുക. നഷ്ടം സംഭവിച്ച അതേ സ്ഥലത്ത് നിന്നും ശാരീരികമായിട്ട് മാറുക. ഒരു ഫ്രഷ് പെർസ്പെക്റ്റീവ് ആ മോശം ട്രേഡിനെ കുറിച്ചുള്ള ചിന്തകളുടെ ലൂപ്പ് ബ്രേക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. ഒരു ഹോബിയിൽ ഏർപ്പെടുക. ഒരു പുസ്തകം വായിക്കുക, പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആസ്വദിക്കുന്ന ഒരു ട്രേഡിങ്ങുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വേറെ എന്തെങ്കിലും ചെയ്യുക. ഇത് നിങ്ങളുടെ ശ്രദ്ധ മാറ്റാനും ആ ദിവസത്തെ സംഭവങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതെ തന്നെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അവയെ പ്രോസസ് ചെയ്യാൻ സമയം നൽകാനും സഹായിക്കും. മാർക്കറ്റ് ഡേറ്റയുടെ നിരന്തരമായിട്ടുള്ള ഫ്ലോയിൽ നിന്നും നഷ്ടത്തിന്റെ ഇമോഷണൽ സ്ട്രെസ്സിൽ നിന്നും നിങ്ങളുടെ ബ്രെയിനിന് ഒരു ബ്രേക്ക് നൽകുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് പാഴായ സമയമല്ല, ഇത് നിങ്ങളുടെ റിക്കവറി പ്രോസസിന്റെ ഒരു സ്ട്രാറ്റജിക് ഭാഗമാണ്. വ്യക്തതയും റിലാക്സ്ഡുമായിട്ടുള്ള മനസ്സുള്ള ഒരു ട്രേഡർ സ്ട്രെസ്സിലും ക്ഷീണത്തിലും ഇരിക്കുന്ന ഒരാളെക്കാൾ എപ്പോഴും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കും. നിങ്ങളുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ സംരക്ഷിക്കുന്ന അതേ പ്രാധാന്യത്തോടെ നിങ്ങളുടെ മെന്റൽ ക്യാപിറ്റലിനെയും നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം. ഇനി അഞ്ചാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. ജാഗ്രതയോടെയുള്ള റീ എൻട്രി, കോൺഫിഡൻസ് വീണ്ടെടുക്കൽ. ബ്ലീഡിംഗ് നിർത്തി ഡാമേജ് അനലൈസ് ചെയ്ത് സ്വയം ഒരു മെന്റൽ റീസെറ്റ് നൽകിയ ശേഷം ഗെയിമിലേക്ക് തിരികെ വരാനുള്ള സമയമാണിത്. എന്നാൽ ഒന്നും സംഭവിക്കാത്തതുപോലെ നിങ്ങൾക്ക് പഴയപടി ട്രേഡിംഗിലേക്ക് ചാടാൻ കഴിയില്ല. നിങ്ങളുടെ കോൺഫിഡൻസിന് ഒരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മോശം കാര്യം ഒറ്റ ട്രേഡിൽ ആ നഷ്ടം മുഴുവൻ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതാണ്. പോയത് പോയി. നിങ്ങളുടെ ലക്ഷ്യം നഷ്ടം നികത്തുകയല്ല, നിങ്ങളുടെ ലക്ഷ്യം നല്ല ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യുക എന്നതാണ്. ഒരു നല്ല പ്രോസസ് ഫോളോ ചെയ്താൽ ആ പ്രോഫിറ്റ് ഒക്കെ താനെ വന്നു. പ്രൊഫഷണലുകളുടെ അപ്രോച്ച് ചെറുതായി തുടങ്ങുക എന്നതാണ്. നിങ്ങളുടെ സാധാരണ പോർഷൻ സൈസ് ഗണ്യമായിട്ട് കുറയ്ക്കുക. നിങ്ങൾ സാധാരണയായിട്ട് ഒരു ട്രേഡിന് 10,000 രൂപ റിസ്ക് എടുക്കുന്നെങ്കിൽ ഇത് 2,000 അല്ലെങ്കിൽ 1,000 ഒക്കെ ആയിട്ട് കുറയ്ക്കുക. ഇവിടുത്തെ ലക്ഷ്യം ലാഭം ഉണ്ടാക്കുക എന്നല്ല, മറിച്ച് നിങ്ങളുടെ പ്ലാൻ കൃത്യമായിട്ട് പിന്തുടർന്ന് വിജയകരമായിട്ടുള്ള ട്രേഡുകൾ നടത്തുക എന്നുള്ളതാണ്. മറ്റൊരു ടെക്നിക്ക് പൊസിഷനുകളിലേക്ക് പടിപടിയായിട്ട് എൻ്റർ ചെയ്യുക എന്നതാണ്. ഒരേ സമയം 100 ഷെയറുകൾ വാങ്ങുന്നതിന് പകരം നിങ്ങൾ 25 തുടങ്ങുക. ട്രേഡ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് നീങ്ങുകയാണെങ്കിൽ അടുത്ത 25 കൂടി വാങ്ങാം. ഈ രീതി നിങ്ങളുടെ ഇനീഷ്യൽ റിസ്ക് കുറയ്ക്കാനും തുടക്കം മുതലേ ഫുൾ പൊസിഷനിൽ എൻട്രി ചെയ്യുന്നതിന്റെ പ്രഷർ ഒഴിവാക്കാനും കഴിയും. ഈ ഒരു ഘട്ടത്തിൽ ഹാർഡ് സ്റ്റോപ്പ് ലോസ്, ടേക്ക് പ്രോഫിറ്റ് ഓർഡറുകൾ പോലെയുള്ള മെക്കാനിക്കൽ ടൂളുകളെ കൂടുതലായിട്ട് ആശ്രയിക്കുക. നിങ്ങളുടെ കോൺഫിഡൻസ് കുറവായിരിക്കുമ്പോൾ ഈ ടൂളുകൾ നിങ്ങളുടെ എക്സിറ്റ് തീരുമാനങ്ങളിൽ നിന്ന് ഇമോഷൻസിനെ ഒഴിവാക്കും. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡിസിപ്ലിൻ നൽകുകയും ഇത് തന്നെ ചെയ്യും. നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഒരു കൂട്ടം ട്രേഡുകൾക്ക് ശേഷം നിങ്ങളുടെ കോൺഫിഡൻസ് തിരികെ വന്നു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ പതിയെ നിങ്ങളുടെ പൊസിഷൻ സൈസ് സാധാരണ നിലയിലേക്ക് വർദ്ധിപ്പിക്കുക. അപ്പൊ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒരു വീക്ക്നെസ് അല്ല, അതൊരു പ്രൊഫഷണലിസം ആണ്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ആണ്. അപ്പോ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക്
കിടക്കാം. പ്രൊഫഷണലുകളുടെ 5 സ്റ്റെപ്പുകളുള്ള റിക്കവറി പ്രോസസ്സിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. ഒന്നാമതായിട്ട് റിവെഞ്ച് ട്രേഡിംഗ് തടയാൻ ഉടൻ ട്രേഡിംഗ് നിർത്തുക എന്നുള്ളതാണ്. 2 റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയും റിസൾട്ടിൽ നിന്ന് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആകുകയും ചെയ്യുക. മൂന്നാമത് അതൊരു ഗുഡ് ലോസ് ആയിരുന്നോ അല്ലെങ്കിൽ ഒരു ബാഡ് ലോസ് ആയിരുന്നോ എന്ന് കണ്ടെത്താൻ ഒരു പോസ്റ്റ്മോർട്ടം നടത്തുക. 4മതായിട്ട് നിങ്ങളുടെ ഇമോഷണൽ ക്യാപിറ്റൽ റീചാർജ് ചെയ്യാൻ ഒരു മെന്റൽ റീസെറ്റ് എടുക്കുക. 5മതായിട്ട് ചെറിയ പോർഷൻ സൈസിൽ മാർക്കറ്റിൽ റീ എൻറ്റർ ചെയ്ത് നിങ്ങളുടെ കോൺഫിഡൻസ് റീബിൽഡ് ചെയ്യുക. ട്രേഡിംഗിൽ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. നിങ്ങൾ ബിലീവ് ചെയ്യുന്ന എല്ലാ പ്രൊഫഷണൽ ട്രേഡേഴ്സും വലിയ നഷ്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അവരാരും ഇതിൽ നിന്ന് മുക്തരല്ല. വ്യത്യാസം എന്തെന്നാൽ അവയെ നേരിടാൻ അവർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പ്രോസസ് ഉണ്ടായിരുന്നു. അവർ അവരുടെ നഷ്ടങ്ങളെ പാഠങ്ങളാക്കി മാറ്റുകയും ഷോർട്ട് ടേം റിസൾട്ടുകളെക്കാൾ ലോങ് ടൈം സർവൈവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. ഈ ഒരു പ്രോസസ് നടപ്പിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റലിനെ സംരക്ഷിക്കാം, കോൺഫിഡൻസ് നിലനിർത്താം, മോശം ദിവസം നിങ്ങളുടെ ട്രേഡിംഗ് കരിയർ അവസാനിപ്പിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു വലിയ നഷ്ടം എത്രമാത്രം ഐസൊലേറ്റിംഗ് ആയിരിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ഇതിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം റിക്കവറി സ്റ്റോറി താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു മോശം ദിവസം ഒരു നല്ല കരിയറിനെ നിങ്ങൾ അവസാനിപ്പിക്കരുത്. തീർച്ചയായും ഡിസിപ്ലിൻ ഉള്ള ട്രേഡേഴ്സിന് മാർക്കറ്റ് സെക്കൻഡ് ചാൻസ് നൽകും. റിസ്ക് മാനേജ്മെന്റ്, ട്രേഡിംഗ് സൈക്കോളജി, ഒരു ലോങ് ടൈം കരിയർ ബിൽഡ് ചെയ്യാനുള്ള വഴികൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കൂടുതൽ പ്രൊഫഷണൽ ട്രേഡിംഗ് അഡ്വൈസുകൾക്കും വീഡിയോകൾക്കുമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ആ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി അമർത്താൻ മറക്കരുത്. ഡിസിപ്ലിൻ ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.